ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ഫുട്ബോളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന താരം അത് മറ്റാരുമല്ല, നെയ്മർ ജൂനിയർ തന്നെയാണ്. ബ്രസീലിൻ്റെ സ്ക്വാഡിൽ ആഞ്ചലോട്ടി അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. വരുന്ന 16-ാം തീയതിയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ലഭിക്കും എന്നുള്ളതാണ്. വേൾഡ് കപ്പ് സ്ക്വാഡിൽ എങ്കിലും നെയ്മറെ ആഞ്ചലോട്ടി ഉൾപ്പെടുത്തണേ എന്ന ഒരു പ്രാർത്ഥനയിലാണ് നെയ്മറുടെ ആരാധകരുള്ളത്. ബ്രസീലിയൻ താരമായ സി റോബർട്ടോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നെയ്മറുടെ ക്വാളിറ്റിയോ അതല്ലെങ്കിൽ ടാലന്റോ ഉള്ള ഒരൊറ്റ താരം പോലും നിലവിൽ ബ്രസീലിയൻ ദേശീയ ടീമിൽ ഇല്ല എന്നാണ് സി റോബർട്ടോ പറഞ്ഞിട്ടുള്ളത്. ബ്രസീലിയൻ ദേശീയ ടീമിൽ നെയ്മറെ ഒഴിവാക്കാനുള്ള യാതൊരുവിധ കാരണങ്ങളും ഇല്ല എന്നുകൂടി ഇപ്പോൾ സി റോബർട്ടോ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബ്രസീലിയൻ ദേശീയ ടീമിൽ നെയ്മർ ജൂനിയറുടെ ടാലന്റും ക്വാളിറ്റിയും ഉള്ള ഒരൊറ്റ താരം പോലുമില്ല. പക്ഷേ ടാലന്റ് മാത്രം പോരാ എന്നുള്ളത് നെയ്മർ ജൂനിയർക്ക് കൃത്യമായി അറിയാം. താൻ ട്രെയിനിങ് നടത്തുന്നതിൻ്റെ ഫൂട്ടേജുകൾ അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുന്നുണ്ട്. മുൻപൊന്നും അദ്ദേഹം അത് ചെയ്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ തൻ്റെ ശാരീരിക ക്ഷമത വീണ്ടെടുക്കേണ്ടതിൻ്റെ ആവശ്യകത നെയ്മർ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. നെയ്മറെ ബ്രസീലിയൻ ദേശീയ ടീമിൽ ഉൾപ്പെടുത്താതിരിക്കാനുള്ള യാതൊരുവിധ കാരണങ്ങളും ഇവിടെയില്ല. ഇതാണ് സി റോബർട്ടോ പറഞ്ഞിട്ടുള്ളത്. നെയ്മർ ജൂനിയറെ എന്തായാലും ബ്രസീലിൻ്റെ ടീമിൽ ഉൾപ്പെടുത്തണം. നെയ്മറുടെ ക്വാളിറ്റിയോ ടാലന്റോ ഉള്ള ഒരെണ്ണം പോലും ബ്രസീലിയൻ ദേശീയ ടീമിൽ ഇല്ല എന്നൊക്കെയാണ് ഇദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ആഞ്ചലോട്ടിക്ക് അത് കൃത്യമായി അറിയാം. പക്ഷേ ആഞ്ചലോട്ടിയുടെ പ്രശ്നം ഫിറ്റ്നസ് ആണ്. 100% ഫിറ്റ്നസ് ഇല്ലാത്ത താരങ്ങളെ ഉൾപ്പെടുത്തില്ല എന്ന നിലപാടിൽ നിന്നും ആഞ്ചലോട്ടി ഇപ്പോഴും പിന്മാറിയിട്ടില്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.